പ്രിയ ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗത്തിലെ ധനവാന്റെയും ലാസറിന്റെയും ഉപമയെ ആസ്പദമാക്കിയുള്ളതാണ് ഇന്നത്തെ സുവിശേഷ വിചിന്തനം. തന്റെ പടിവാതിൽക്കൽ വിശപ്പും രോഗവും കൊണ്ട് വലഞ്ഞ ലാസറിനെ കാണാതെ പോയ ധനവാന്റെ മനോഭാവം തിരുസഭ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്നു. ആഡംബരങ്ങളിൽ മുഴുകിയ ധനവാൻ തിന്മ ചെയ്തതിനേക്കാൾ ഉപരിയായി നന്മ ചെയ്യാൻ തനിക്ക് ലഭിച്ച അവസരങ്ങളെ അവഗണിച്ചതാണ് അവന്റെ പതനത്തിന് കാരണമായത്. നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരത്തിൽ നാം അത് ചെയ്യാതിരിക്കുന്നത് തിന്മയാണെന്ന് തിരിച്ചറിയാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അയൽക്കാരുടെ കണ്ണീരൊപ്പാനും അവരുടെ വേദനയിൽ പങ്കാളികളാകാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ ആ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നു പോയ ഒരു ഹൃദയമാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരണാനന്തരം ധനവാൻ അനുഭവിക്കുന്ന വേദന ഭൂമിയിൽ വെച്ച് അവൻ പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് പകരമായി ലഭിക്കുന്ന പ്രതിഫലമാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി പാവപ്പെട്ടവരോടുള്ള നമ്മുടെ കരുണയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയവാതിലുകൾ സഹോദര സ്നേഹത്തിനായി തുറന്നിടാൻ നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസത്തിന്റെ ആഴം എന്നത് ജീവിച്ചിരിക്കുമ്പോൾ ദൈവവചനത്തെ അനുസരിക്കുക എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അബ്രഹാത്തിന്റെ മടിയിൽ ലാസർ ആശ്വസിക്കുമ്പോൾ വചനത്തെ ധിക്കരിച്ച ധനവാൻ ദാഹജലത്തിനായി കേഴുന്നു. അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം, പല ധ്യാനങ്ങൾ കൂടിയതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകില്ലെന്നും മോശയുടെയും പ്രവാചകന്മാരുടെയും വചനങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും കർത്താവ് പഠിപ്പിക്കുന്നു. നാം കർത്തൃ സാക്ഷികളായി ജീവിക്കേണ്ടവരാണ്. പശ്ചാത്തപിക്കാനും ജീവിതം ക്രമീകരിക്കാനും ദൈവം നൽകുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ നോമ്പുകാലവും. കാലതാമസം കൂടാതെ ദൈവത്തിന്റെ കരുണയിലേക്ക് മടങ്ങി വരാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. ലോകം തരുന്ന സുഖ സൗകര്യങ്ങളിൽ മുഴുകി നിത്യജീവനെ മറന്നുപോകാൻ ഇടവരരുത്. ലാസറിനെ പോലെ എളിമയുള്ളവരാകാനും ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിക്കാനും ഈ സുവിശേഷ ഭാഗം ഇന്നേ ദിവസം നമ്മെ ക്ഷണിക്കുന്നു. മരണത്തിനപ്പുറം നീതിയുണ്ടെന്നും അത് നമ്മുടെ ഭൂമിയിലെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നും നാം തിരിച്ചറിയണം. ദൈവവചനം ജീവിതത്തിന്റെ വഴികാട്ടിയാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.